ഇൻസൈഡ് മൈ ഹൗസ് സഹദേവമന്ദിരം മോലവെട്ടിമലം പി ഒ മാവേലിക്കലും. ഓക്കെ, ഇവിടെയാണ് ഞാൻ. വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഫ്ലോട്ടിങ് ഗ്യാസൊക്കെ അടിച്ച് വീർപ്പിച്ച് ആൾമാറാട്ടമൊക്കെ നടത്തുകയാണ്. ഇങ്ങനെ വയറൊക്കെ അങ്ങ് വീർപ്പിക്കും. വയറ് പിന്നെ നമ്മുടെ ബ്രസ്റ്റ് ബട്ടക്സൊക്കെ അങ്ങ് വീർപ്പിച്ചിട്ട് അങ്ങ് ഭയങ്കര വീർപ്പിച്ചിട്ട് അങ്ങ് വേറെ ആരോ ആണ് ഇവിടെ നിന്നൊക്കെയുള്ള രീതിയിലാണ്. വേണ്ടത് നമ്മളാണ്. ഇതെൻ്റെ ഫോണാണ്. വേണ്ടത് SNDP. അവിടെയാണ് 2 ബൈക്ക് ഇരിക്കുന്നത്, സ്കൂട്ടി ഇരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടെ ഒന്നുമില്ല. നമ്മുടെ വീട്ടിലെങ്ങും ആരുമില്ല. നമ്മുടെ വീട് നിങ്ങൾ കണ്ടല്ലോ. ഇവിടെയാണ് ഞാൻ. പണ്ടത്തെ പോലെ നമ്മൾ SNDPയിലൊന്നും പോകാറില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. തട്ടിക്കൊണ്ട് പോകലും സിറിയയിലും കണ്ട ആണുങ്ങളുടെ കൂടെ പോയെന്നൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ടാക്കുകയും അങ്ങനെ നമ്മളെ തട്ടിക്കൊണ്ട് പോയി കഥകളുണ്ടാക്കിയൊക്കെ പല പല രീതിയിലുള്ള സാമ്പത്തിക ലാഭത്തും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിജു പി എന്ന് പറയുന്നത് നമ്മളെ 18 ദിവസമാണ് മയക്കിയിട്ടത്. എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നൊന്നും നമുക്കറിയാനൊക്കത്തില്ല. അങ്ങനെ പല പല രീതിയുണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയാം, ഇങ്ങനെ മാഫിയകൾ ഇങ്ങനെ നടക്കുക, മെഡിക്കൽ മാഫിയയും അങ്ങനെ പല പല മാഫിയകൾ നമ്മളെ ഇങ്ങനെ പല രീതിയിൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നൊക്കെയാണ് ഈ വേരോട്ടം ഓർഗൻ മാഫിയയുടെയൊക്കെ ഇതെല്ലാം പിടിച്ചേക്കുന്നതെല്ലാം ആലപ്പുഴ ജില്ലയിൽ നിന്ന്. അവനെ ഇങ്ങനെ ആലപ്പുഴ ജില്ലയിലൊക്കെ വ്യാപകമായിട്ട് സെർച്ചാണെന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഗേറ്റ് കണ്ടല്ലോ. ഇങ്ങനെ ഇവിടെയാണ് കേട്ടല്ലോ. ഇത് വേറെങ്ങുമല്ല. പിന്നെ പത്മജൻ്റെ കഥകൾ ഇങ്ങനെ അവനെയൊന്നും നമ്മളിവിടെ അടിച്ച പടി കയറ്റുന്നവരല്ല. അവനൊക്കെ ഇങ്ങനെ കഥകളുണ്ടാക്കിയിരിക്കുക കുറേ എണ്ണം വന്നിട്ട്. നിങ്ങളെല്ലാം കേട്ട് എൻ്റെ അമ്മ പറയുന്നത്, ഞാനിവിടെ കഴിഞ്ഞ 2025 ജൂൺ 20 ഇവിടെ വരുന്നത്. ഞാനും എൻ്റെ മുക്കുമ്പും കൂടാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് അതിന് മുമ്പ് ഞാനിവിടുന്ന് 2022 ജൂലൈ 18 എറണാകുളത്തുനിന്ന് ട്രെയിൻ കയറുന്നത്. നമ്മുടെ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് ഡൽഹി പോയത്. എന്നിട്ട് തിരിച്ച് 2025 നമ്മൾ കേരളത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ രാജമ്മയെന്ന് പറയുന്ന ആ 3rd rate ക്രിമിനൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കയറി ഇരുന്നുകൊണ്ട് ഇവിടെ ആണുങ്ങളെ പിടിച്ച് വെക്കുകയായിരുന്നു ജോലി. ഈ ശീലൻ എന്ന് പറയുന്ന അങ്ങേരെയും പിന്നെ പത്മജൻ എന്ന് പറയുന്നവനെയും ഒരു ഓട്ടോക്കാരൻ എന്ന് പറയുന്ന അവൻ്റെ പേരൊന്നും നമ്മൾ മറന്നുപോയി, അവനെയും പിന്നെന്താണ് അങ്ങനെ കുറേ അവൻ്റെ മോന് പാലം കൊണ്ട് വരിക, പിന്നെ ഒരു പത്രക്കാരനെയും ഇങ്ങനെ കുറേ ആണുങ്ങളെ ഇവളിങ്ങനെ ഇവിടെ അങ്ങ് പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് കഥകളുണ്ടാക്കാനായിട്ട് അത്ര 3rd rate ബാസ്റ്റേഡാണ് അവൾ. പലരെക്കുറിച്ച് കഥകളുണ്ടാക്കുന്നവളാണ് അവൾ. നല്ലൂക്കാലയിലെ രവീന്ദ്രൻ എന്ന് പറയുന്നവൻ്റെ ആളിൻ്റെ മൂത്ത മോനെക്കുറിച്ച്, ഷിക്കുലാൽ എന്ന് പറയുന്ന അയാളെക്കുറിച്ചും ഇതുപോലെ പെത്തഴീൻ അടിക്കാൻ ഇഞ്ചക്ഷൻ വെക്കും എന്നൊക്കെ പറഞ്ഞ് ഇവൾ ഒത്തിരി കഥകളുണ്ടാക്കിയവളാണ്. അങ്ങനെ പലരെക്കുറിച്ചും കഥകളുണ്ടാക്കുന്ന ജോലിയാണ് ഇവൾക്കുള്ളത്. ഇങ്ങനെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇവളെ കൊണ്ട്. ഇവളിങ്ങനെ ഇപ്പം ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇവളിങ്ങനെ കള്ളി നമ്പർ 1 കള്ളിയാണ് ഇവൾ. ഫോണൊക്കെ ഓഫ്